പണ്ട് പണ്ടൊരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സമൂഹം എന്ന് പറഞ്ഞാൽ സയൻസ് ഒക്കെ എടുത്ത് പഠിക്കേണ്ടത് സ്ത്രീകളല്ല, അത് പുരുഷന്മാരാണ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ വിലക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സയൻസ് എടുത്ത് പഠിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ആ പെൺകുട്ടി ഒരു ആർട്സ് വിഷയത്തിലാണ് ഡിഗ്രി എടുത്തത്. പക്ഷേ തൻ്റെ അച്ഛനായിട്ടുള്ള ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ കരിയറും അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകളും ഒക്കെ കണ്ടിട്ട് അവൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അവൾക്ക് ഡോക്ടർ ആവണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഡോക്ടറായിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നത്. അങ്ങനെ ഡോക്ടർ ആവണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിലും സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ബ്രിട്ടനിലേക്ക് നാടുവിട്ടു. നാടുവിട്ടതല്ല, പഠിക്കാൻ വേണ്ടി അവളെ ബ്രിട്ടനിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ ചെന്ന് മെഡിസിനിൽ ഡിഗ്രി എടുത്തു, തിരികെ നാട്ടിലേക്ക് വന്നു. ഈ പറയുന്നത് മറ്റാരെ പറ്റിയിട്ടുമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ സർജൻ ജനറൽ ആയിട്ടുള്ള മേരി പുന്നൻ ലൂക്കോസിനെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് സമയം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു പോവാം. 2018 മെയ് മാസത്തിൽ മിഖായേൽ സവാരിമുത്തു എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു. വളരെ പ്രായം കൂടി മരിച്ചതാണ്. വാർദ്ധക്യ സഹജമായ അസുഖമാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ജനനം തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിനകത്ത് പല പല കാര്യങ്ങളും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ആദ്യത്തെ സി സെക്ഷൻ ബേബിയായിരുന്നു മിഖായേൽ സവാരിമുത്തു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു നെയിമായിട്ട് മാറിയത് എന്നുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഉത്തരവില്ല. ചിലപ്പം അദ്ദേഹം ജനിച്ച സമയത്ത് റഷ്യൻ റവല്യൂഷൻ്റെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ റെവല്യൂഷനിസ്റ്റിനെ പറ്റിയിട്ട് അവരുടെയൊക്കെ പേരിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നൊരു പേരുമായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനാണ് ഇവിടെ ഇതിനെ പറ്റിയിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ആ സി സെക്ഷൻ പ്രസവം എടുത്തത് നമ്മൾക്ക് ഇവിടെ ചർച്ച ചെയ്യുന്ന മേരി പുന്നൻ ലൂക്കോസാണ്. അവർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു ഒബ്സ്റ്റട്രീഷ്യനായിരുന്നു. ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രസവം അത് റിലേറ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന ആളെന്നാണ് അർത്ഥം. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള സർജൻ ജനറൽ എന്ന് മാത്രമല്ല, ചിലപ്പം വേൾഡിൽ തന്നെ ആദ്യമായിട്ടുള്ള ഫീമെയിൽ സർജൻ ജനറൽ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം മേരി പുന്നൻ ലൂക്കോസ് അപ്പോയിൻ്റ് ചെയ്തതിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയിലെ തന്നെ ആദ്യത്തെ ലേഡി സർജൻ ജനറലിനെ അപ്പോയിൻ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, മിക്കവാറും മേരി പുന്നൻ ലൂക്കോസ് തന്നെ ആയിരിക്കും വേൾഡിലെ തന്നെ ആദ്യത്തെ ഫീമെയിൽ സർജൻ ജനറൽ എന്ന് പറയുന്നത്. അവരെടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, റാണി സേതുലക്ഷ്മി ഭായ് കാരണമാണ് തിരുവിതാംകൂറിലെ രാജ്ഞിയായിരുന്നു. റാണി സേതുലക്ഷ്മി ഭായ്ക്ക് എപ്പോഴും ഒരു സ്ത്രീകളെ എല്ലാ പൊളിറ്റിക്സിലാണെങ്കിലും ലോയിലാണെങ്കിലും മെഡിസിനിലാണെങ്കിലും ഈ കാര്യങ്ങളിലെല്ലാത്തിലും തന്നെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വേണം എന്ന് പറഞ്ഞിരുന്ന ഒരു രാജ്ഞിയായിരുന്നു റാണി സേതുലക്ഷ്മി ഭായ്. അപ്പം എനിക്ക് സർജൻ ജനറൽ ആവാനായിട്ടുള്ള എനിക്ക് കിട്ടിയ ഒരു അപ്പോയിൻമെൻറ്റിന് അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് റാണി സേതുലക്ഷ്മി ഭായ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മേരി പുന്നൻ ലൂക്കോസിൻ്റെ ജീവിതവും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് സാധിച്ചത് പാർഷ്യലായിട്ട്, അതായത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെമ്മോയർ എഴുതിയിട്ടുണ്ട്. ഈ മെമ്മോയറിനകത്ത് അവർ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ മെമ്മോയർ എഴുതി തുടങ്ങിയത്. പക്ഷേ കല്യാണത്തിൻ്റെയൊക്കെ ആ ഒരു സമയമായപ്പോഴത്തേക്കും അത് എഴുത്ത് നിർത്തി. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ആ മെമ്മോയറിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടുന്നത്. മേരി ബിലോങ് ടു എ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ആ സമയത്തെ തിരുവിതാംകൂറിൽ അത്യാവശ്യം റെസ്പെക്റ്റ് ഒക്കെ കിട്ടിപ്പോരുന്ന പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അത്. പക്ഷേ ചില കമ്മ്യൂണിറ്റീസിനെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കുറച്ച് പ്രിവിലേജസ് കുറവ് ആണെന്നും പറയാം. ലൈക്ക് ട്രാവൻകൂറിൻ്റെ അന്നത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്പൂതിരി ബ്രാഹ്മിൺസ് ആയിരുന്നു സോഷ്യൽ ലാഡറിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നീട് അത് മേജറായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ മേജറായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് മെജോറിറ്റി
നായേഴ്സ് ആയിരുന്നു. ഈ നായേഴ്സുമായിട്ട് സംവാട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസും ഒക്കെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു ഈ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ദേ വി സോ ക്ലോസ് ടു ഇംഗ്ലീഷ് മിഷണറീസ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രിൻറ്റഡ് ബുക്സ്, ഇംഗ്ലീഷ് ബുക്സ്, ഈ കാര്യങ്ങളെല്ലാം ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മേരി പുനൻ ലൂക്കോസിൻ്റെ ഫാദറായിട്ടുള്ള TE പുനൻ, അദ്ദേഹം തിരുവിതാംകൂറിലെ ആദ്യത്തെ മെഡിക്കൽ ഗ്രാജുവേറ്റും കൂടെ ആയിരുന്നു. മേരിയുടെ അമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനാണ് മേരിയെ നോക്കിയത്. തിരുവിതാംകൂറിലെ റോയൽ ഫിസീഷ്യൻ ആയിരുന്നു അദ്ദേഹം. അപ്പം റോയൽ പാലസുമായിട്ടും പാലസിലെ ആൾക്കാരുമായിട്ടും ഒക്കെ കണ്ട് ഒരു പഴക്കമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രിവിലേജസും കാര്യങ്ങളും ഒക്കെ മേരിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നീ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം, നിനക്ക് ഈ പ്രിവിലേജസ് എല്ലാം കിട്ടുന്നത് നിനക്ക് മാത്രമാണ്. കാരണം നിൻ്റെ പ്രായത്തിൽ, അല്ലെങ്കിൽ ഒരു 13 വയസ്സിലുള്ള ആൾക്കാരെ തന്നെ കെട്ടിച്ചു വിടുക എന്നുള്ള ഒരു പാരമ്പര്യമാണ് നമ്മളിപ്പോൾ ഈ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ 13 വയസ്സിലൊക്കെ ഓരോ ആൾക്കാർ കല്യാണം കഴിച്ച് പോവുക. നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്, നിനക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് കിട്ടുന്ന, ചിലപ്പോൾ നിനക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജസ് ആയിരിക്കും. അത് നീ ഒരിക്കലും അഡ്വാൻറ്റേജ് ആയിട്ട് കാണരുത്, നീ അതിനെ മിസ്യൂസ് ചെയ്യരുത് എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെ, അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ നിന്ന് വളർന്ന് അങ്ങനൊരു ശീലമായതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ പ്രൊഫഷനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ട് അവൾ വല്ലാണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മനസ്സിലും ഒരു ഡോക്ടർ ആവുക പോലത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്തെ റൂള് വെച്ചിട്ട് സ്ത്രീകൾക്ക് സയൻസിൽ ഒരു ഡിഗ്രി എടുക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഫിനിഷ് ചെയ്തു. ട്രാവൻകൂറിൽ നിന്ന് ആദ്യമായിട്ട് ഡിഗ്രി വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തതും മേരി പുനൻ ലൂക്കോസ് ആയിരുന്നു. ആ പാസ്സായ ആ സമയത്ത് തന്നെ ഡോക്ടർ TE പുനൻ നോക്കുന്നുണ്ടായിരുന്നു പുറത്തുള്ള UK പല യൂണിവേഴ്സിറ്റീസിലും മെഡിക്കൽ ഡിഗ്രി കിട്ടുന്നതും അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം തിരക്കുന്നുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം നേരത്തെ ഉറപ്പിച്ചിരുന്നു, എൻ്റെ മകളും ഇതേ ഫീൽഡിലേക്ക് തന്നെ ആയിരിക്കണം വരുന്നത് എന്നുള്ളത്. 1909 ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റിൽ നിന്നും കുറച്ച് ലാറ്റിനും കാര്യങ്ങളുമൊക്കെ പഠിച്ചിട്ട് മേരി UK പോയി. ആ സമയത്ത് UK നിൽക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിക്വസിറ്റ് ആയിരുന്നു ലാറ്റിൻ ലാംഗ്വേജിലുള്ള ബേസിക് നോളജ് എന്ന് പറയുന്നത്. രാജകൊട്ടാരത്തിൽ നിന്നും ഒരുപാട് സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഭാര്യയായിരുന്നു UK വെച്ചിട്ട് മേരിക്ക് സകലവിധ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത്. അപ്പം അങ്ങനെയാണ് UK വിദ്യാഭ്യാസം മേരി തുടങ്ങുന്നത്. തൻ്റെ പുതിയ അഡോപ്റ്റഡ് കൺട്രിയെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദ ബ്രിട്ടീഷ് ഐൽസ്, ദ ലാൻഡ് ടുവേർഡ്സ് വിച്ച് ഓൾ ആംബിഷൻ ടേൺഡ് എന്നായിരുന്നു ആ സ്ഥലത്തെ, അല്ലെങ്കിൽ ആ രാജ്യത്തെ അവർ വിശേഷിപ്പിച്ചിരുന്നത്. അവിടെയുള്ള റോയൽ ഫ്രീ ഹോസ്പിറ്റലിൽ അവർ പഠനം തുടങ്ങുന്നു. ആർട്സ് സ്ട്രീം പഠിച്ചിട്ട് വന്ന, ഒരു ആർട്സ് വിഷയത്തിൽ ഡിഗ്രി ആയിട്ട് വന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു മേരി പുനൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ള സബ്ജക്ട്സ് ഒക്കെയാണ്, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിച്ചിട്ട് വന്നവരാണ്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കുറച്ച് വേഷങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ സ്ഥലത്തോട് ചേരുന്ന രീതിയിലുള്ള ലോങ് സ്കേർട്ടും ടോപ്പും ഒക്കെ ആയിരുന്നു അവർ ധരിച്ചിരുന്നത്. കാരണം ബ്രിട്ടനിൽ പോയി നിന്നാൽ അവിടുത്തെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് അവരിൽ ഒരാളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളായിരുന്നു മേരി പുനൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ഗേൾസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കോട്ടയത്ത് ആദ്യമായിട്ടൊരു സ്കൂൾ സെറ്റപ്പ് ചെയ്ത ബേക്കേഴ്സ് ഫാമിലിയുമായിട്ടായിരുന്നു അവരവരുടെ ലണ്ടനിലെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത്. താൻ അനുഭവിച്ച ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടൊന്നും മെമ്മോയറിനകത്ത് മേരി പുനൻ ലൂക്കോസ് പറയുന്നില്ല. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വനിതയ്ക്ക് വേണ്ടി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിന് ആ വഴിയിലൂടെ ഞാൻ പോകുമ്പം രാവിലെ കുറേ അവിടുത്തെ കുട്ടികൾ വന്നിട്ട് ബ്ലാക്കി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അപ്പോൾ അവർ ചോദിക്കും, നിനക്ക് ഇംഗ്ലീഷെങ്കിലും അറിയാവോ, നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവോ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ വാച്ച് നോക്കിയിട്ട്
പെർഫെക്റ്റ് ആക്സെൻറ്റിൽ ഞാൻ ആ ടൈം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ടിട്ട് അവർക്ക് അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് അവർ പോയി ആ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ റീകളക്ട് ചെയ്തിട്ട് അവരിങ്ങനെ വനിതയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷനും ഒരുപാടുണ്ടായിരുന്നു. എമിലിൻ പാൻകേസ്റ്റ് എന്ന് പറയുന്ന ഒരു ലീഡർ, അവർ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് ഒരു സഫ്രഗേറ്റ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വിമൻസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഈ വോട്ടിംഗ് റൈറ്റിന് വേണ്ടിയിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പീസ്ഫുള്ളായിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇത് വയലൻസിലാണ് കലാശിച്ചത്. പാർലമെൻറ്റിലേക്ക് സ്ത്രീകളെല്ലാം കൂടെ കയറി എംപ്റ്റി ആയിട്ടിരുന്ന റൂംസ് എല്ലാം കത്തിച്ചു. അതിൽ ഒരു സ്ത്രീ അവർ കിങ് ജോർജ് ഫൈവിൻ്റെ കുതിരയുടെ ഫ്രണ്ടിൽ പോയിട്ട് അങ്ങനെ കുതിര ചവിട്ടി അവർ മരിച്ചു. അങ്ങനെ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളുമൊക്കെ നടന്ന ഒരു ഭയങ്കര ഒരു സമയമായിരുന്നു മേരി ലണ്ടനിലേക്ക് എത്തിയ ആ ഒരു ടൈം എന്ന് പറയുന്നത്. മേരിയുടെ അവിടുത്തെ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആ മെമ്മറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ആ സമയത്തെ കോൺടെമ്പററീസ്, ആ സ്കൂളിൽ പഠിച്ച ലണ്ടൻ സ്കൂൾ ഓഫ് മെഡിസിനിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ റൈറ്റിങ്സും അതിൽ നിന്നുമൊക്കെ ആ സ്കൂളിനെ പറ്റിയിട്ടും അവിടുത്തെ ചിലവുകളെ പറ്റിയിട്ടും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പം മേരിക്കൊരു കാരണവശാലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫീ തന്നെയായിരുന്നു അവിടെ അടയ്ക്കേണ്ടി വന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം മേരിക്ക് ശ്രീമൂലം തിരുനാളിൽ നിന്ന് ഒരുപാട് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് എ ബോണ്ട്. എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 വർഷത്തോളം കാലം മേരി ഗവൺമെൻറ് സർവീസ് നടത്തണം. ഫിസീഷ്യനായിട്ട് ഗവൺമെൻറ് തന്നെ സെർവ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബോണ്ടിൻ്റെ പേരിലാണ് വർഷാവർഷം ഒരു എമൗണ്ട് 200 പൗണ്ടോളം എമൗണ്ട് ശ്രീമൂലം തിരുനാൾ വഴി സ്കോളർഷിപ്പായിട്ട് മേരിയിലേക്ക് എത്തിയിരുന്നു. മേരി പുന്നൻ ലൂക്കോസിൻ്റെ മെഡിക്കൽ പഠനം ഒരു പകുതി വഴിയിൽ എത്തിയ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു മേരി ക്യൂരിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ആ സമയത്ത് അത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം സ്ത്രീകളൊന്നും അധികം ഫീൽഡിലേക്ക് ഇറങ്ങാത്ത ഒരു സമയമായിരുന്നു. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല, കെമിസ്ട്രി, ഫിസിക്സ് പോലത്തുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിലൊന്നും സ്ത്രീകളെ അധികം കാണാൻ പോലും ഇല്ല. എന്നിട്ട് പോലും സർജൻസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബട്ട്ലിൻ ഒരു അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ആ അഡ്രസ്സിനകത്ത് അവരെ അഡ്രസ്സ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കൊന്നും മെഡിക്കൽ റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇല്ല, ദേ ലാക്ക് ദ എബിലിറ്റി ടു ഡൂ ദാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ കുറേ സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലണ്ടനിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഹൈലി പേയിങ് ആയിട്ടുള്ള ജോബ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വളരെ കുറഞ്ഞ തുകയ്ക്ക് സെർവൻറ്റ്, മെയ്ഡായിട്ടൊക്കെയുള്ള ജോബ്സ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു. അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും അവർക്ക് രക്ഷ എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ആണുങ്ങൾക്ക് വിദ്യാഭ്യാസവുമുണ്ട്, അവർക്ക് നല്ല ജോലിയുമുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചെങ്കിലും ഇവർക്ക് പിന്നെ ഒരു പെർമനൻറ്റ് 24/7 ഹൗസ് വൈഫ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ബർത്ത് കൺട്രോളിനെ പറ്റിയിട്ടും അവർക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെയായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ഈ പ്രഗ്നൻസിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആഫ്റ്റർ ബീയിങ് പ്രഗ്നൻറ്റ് അവർക്ക് ബ്രെഡും ജാമും ഒക്കെ കഴിക്കാനായിട്ട് കിട്ടുന്നുള്ളായിരുന്നു. ആഫ്റ്റർ ബീയിങ് പ്രഗ്നൻറ്റ് അവർ നീഡിൽസൊക്കെ കുത്തി, ബൈ നിറ്റിങ് നീഡിൽസ്, പിന്നെ ഹോട്ട് വാട്ടറിൽ ബാത്ത് ചെയ്തിട്ട് പിന്നെ അവർ തന്നെ സ്റ്റെയർസിൻ്റെ മുകളിൽ നിന്ന് സ്വന്തമായിട്ട് ചാടി, ഇങ്ങനെയൊക്കെയായിരുന്നു അവരെ തന്നെ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെ തന്നെ ആ ലോകത്ത് ജനിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻസിഡൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ സ്ലം ഏരിയാസിലൊക്കെ പോയിട്ട് മേരി പുന്നൻ ലൂക്കോസ് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ മിക്കവാറും ആൾക്കാരും ഈ ചൈൽഡ് ബർത്തിൻ്റെ സമയത്തൊന്നും ആണുങ്ങളാരും വീട്ടിൽ കാണത്തില്ല, അവരെല്ലാം ജോലിക്ക് പോകുന്നവരായിരിക്കും. ഒരു ഇൻസിഡൻറ്റ് പറയുമ്പം ഒരു സ്ത്രീ പ്രസവിച്ച ആ സമയത്ത് അവരുടെ ഭർത്താവ് ആ സൈഡിൽ പോയിരുന്ന് ഉറങ്ങുകയായിരുന്നു. അയാൾക്ക് രാത്രിയിൽ ജോലി ഉണ്ടായിരുന്നു, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അയാൾ ഉറങ്ങുമായിരുന്നു. ആ കരച്ചിൽ കാര്യങ്ങളൊന്നും അയാൾ കേട്ടില്ല.
മേരി പുനൻ ലൂക്കോസ് അയാളെ പോയി തട്ടി വിളിച്ചപ്പോഴാണ് അയാൾ തനിക്കൊരു മകൻ ജനിച്ചു എന്നുള്ള കാര്യം തന്നെ അറിഞ്ഞത്. പിന്നീട് പറയുന്നത് കോളറ, ടൈഫോയിഡ്, സ്മാൾ പോക്സ് പോലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസ് ഒന്നും ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അങ്ങനത്തുള്ള എക്സ്പോഷറൊന്നും ലണ്ടനിൽ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഫോൾസ് അലാം കിട്ടിയായിരുന്നു, ടൈഫോയിഡ് എവിടെയോ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാം അങ്ങോട്ടേക്ക് റഷ് ചെയ്തെങ്കിലും അതൊരു ഫോൾസ് അലാം ആണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ഒന്നും ആ സമയത്ത് ലണ്ടനിൽ നിന്നും അവർക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റിയില്ല. മേരി എപ്പോഴും ഓർത്തിരിക്കുന്ന തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്തുള്ളൊരു മനുഷ്യനായിരുന്നു ഡോക്ടർ ട്വീഡി എന്ന് പറയുന്നത്. വാർ സിറ്റുവേഷനിൽ ഒരു ഗാലറിയിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു സർജറി നടത്തുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മേരിയെ കാണുന്നു, മേരിയെ ഹെൽപ്പിനായിട്ട് വിളിക്കുന്നു. മേരി വിചാരിച്ചത് ഓപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടാണെന്ന്. പക്ഷേ അവൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നൈഫ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി സർജറി നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം മേരി പേടിച്ചുപോയി, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം ഡോക്ടർ ട്വീഡി എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ മേരി ആദ്യത്തെ സർജറി ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സർജറീസ് വന്നു. ഡോക്ടർ ട്വീഡി മേരിയെ തന്നെ അതിലേക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചു. പിന്നീട് ഈ വാർ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത്രയും നാളും മെയിൽ ഡോക്ടേഴ്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നത്. മെയിൽ ഡോക്ടേഴ്സിൻ്റെ ആവശ്യം എല്ലാ ഡോക്ടേഴ്സിൻ്റെ ആവശ്യം വളരെ കൂടിയ സമയമായിരുന്നു. അപ്പം മെയിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ എല്ലായിടത്തും പോയി അവർക്ക് അങ്ങനെ മെയിൽ ഡോക്ടേഴ്സിൻ്റെ ദേ വർ റണ്ണിങ് ഔട്ട് ഓഫ് ഡോക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഇനി ഫീമെയിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ലേഡി ഡോക്ടേഴ്സിനെ ഫീൽഡിലേക്ക് ഇറക്കാം എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഡോക്ടർ വന്നാലും മതി എന്നുള്ള രീതിയിൽ അവസാനം അവർ ലേഡി ഡോക്ടേഴ്സിൻ്റെയും ഹെൽപ്പ് തേടി വന്നു എന്നുള്ളതാണ്. അങ്ങനെയിരിക്കെയാണ് മേരി പുനൻ ലൂക്കോസിൻ്റെ അച്ഛൻ മരിക്കുന്നത്. തിരികെ നാട്ടിലേക്ക് എത്തേണ്ടി വന്നു. അവിടുത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടൊന്നും മേരിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ എപ്പോഴും ബ്രിട്ടീഷ് ഡോക്ടേഴ്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. ആ വേക്കൻസിയിലേക്ക് പോകാം, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരുന്ന സമയത്താണ് മഹാരാജ ഓഫ് ട്രാവൻകൂർ അദ്ദേഹം ഒരു ഓണർ പോലെ വേറൊരു ജോലി ഓഫർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സീനിയർ സർജനായിട്ട് വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ സീനിയർ സർജനായിട്ടുള്ള ഒരു പോസ്റ്റ്, അതിലേക്ക് അപ്പോയിൻമെൻറ്റ് ഓഫർ ചെയ്യുകയാണ് ചെയ്തത്. ലണ്ടനിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് വന്ന മേരി കണ്ടത് തൻ്റെ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ സ്വത്തുവകകളെല്ലാം തന്നെ ആരൊക്കെയോ റിമൂവ് ചെയ്തതായിട്ടാണ്. അപ്പോൾ തൻ്റെ ഡോട്ടർ ഇൻ ലോയോട് മേരി പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു പ്രിൻസസ് ആയിട്ടാണ് ലണ്ടനിലേക്ക് പോയത്, തിരികെ വന്നപ്പോഴത്തേക്കും ഞാനൊരു ഓർഫനായിട്ട് മാറി. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ ഇവരൊക്കെ ഒരുപാട് പുരോഗതിയുടെ പാതയിലേക്ക് തിരുവനന്തപുരത്തിനെ മാറ്റിയെങ്കിൽ, ട്രാവൻകൂറിനെ മൊത്തത്തിൽ മാറ്റിയെങ്കിലും അവിടെ ഹോസ്പിറ്റൽസിൽ ഓൾമോസ്റ്റ് 90+ ബെഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ 20 ആൾക്കാരൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുക എന്ന് പറയുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ലോവർ സ്റ്റാറ്റയിലുള്ള ആൾക്കാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ. കുറച്ചും കൂടെ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് പോകത്തില്ല. മരണം എത്തി എന്നുള്ളതിൻ്റെ ഒരു സിഗ്നലാണ് ഹോസ്പിറ്റലിൽ പോവേണ്ടി വരിക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അവരുടെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പം ഒട്ടും വയ്യാണ്ട് മിഡ് വൈഫ്സിൻ്റെ ക്രൂരത, അതായത് വയറ്റാട്ടികളുടെ ക്രൂരത, അവരെ മിസ്ട്രീറ്റ് ചെയ്തത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് അല്ലെങ്കിൽ രണ്ടുപേരുമില്ല എന്നുള്ള സ്ഥിതിയൊക്കെ വരുമ്പോഴാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ അവരുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏറ്റവും ലോവർ സ്ട്രാറ്റയിലുള്ള ആൾക്കാരായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. പാവങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞ ആരുമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. മേരിയുടെ പ്രതിശ്രുതപരനായിട്ടുള്ള കന്നുക്കുഴിയിൽ കുര്യാക്കോസ് ലൂക്കോസ് ആ സമയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ലോയറാണ്. പക്ഷേ പ്രധാന കാര്യം മേരിയെക്കാളിലും പ്രായം കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തൻ്റെ ഭാര്യയുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒക്കെ കണ്ടിട്ട് അസൂയപ്പെടുന്നൊരു ഭർത്താവായിരുന്നില്ല അദ്ദേഹം, എപ്പോഴും സപ്പോർട്ടായിരുന്നു. മഹാരാജാവിൻ്റെ പിറന്നാളിൻ്റെ ദിവസം രണ്ടുപേരും രാജകൊട്ടാരത്തിൽ പോകുമ്പം അവർക്ക് ഒരു റോയൽ ഷോൾ കൊടുക്കുമായിരുന്നു. ഈ ഷോളിൽ പൊന്നാട പറയത്തില്ലേ, അപ്പോൾ ആ ഷോളിൽ എത്രത്തോളം വലിയ ഒരു വിട്ടിലുള്ള കരയുണ്ടോ, ഗോൾഡൻ കരയുണ്ടോ, ബോർഡർ ഉണ്ടോ,
അതിനനുസരിച്ചായിരിക്കും ഈ കിട്ടുന്ന ആൾക്കാരുടെ റാങ്ക് എന്ന് പറയുന്നത്. മേരി പുന്നൻ ലൂക്കോസിന് 4 ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ തൻ്റെ ഭർത്താവിന് കിട്ടുന്നത് ജഡ്ജി എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. അദ്ദേഹത്തിനെ വിളിക്കുന്ന ചില പേരെന്നുള്ള രീതിയിൽ ആൾക്കാരെല്ലാം പൊതുവെ വിളിക്കുന്നത് ജഡ്ജി എന്നാണ്. ഭർത്താവായിട്ടുള്ള ജഡ്ജിക്ക് കിട്ടുന്നത് 3 ഇഞ്ച് കര മാത്രമായിരിക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിന് അതിനൊരു പ്രശ്നമൊന്നുമല്ലായിരുന്നു. അതുപോലെ തന്നെ മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്ന ഒരു അമ്മയായിട്ടും ഭാര്യയായിട്ടും മുത്തശ്ശിയായിട്ടും എല്ലാം തൻ്റെ ഫാമിലിയിലുള്ള തൻ്റെ റോൾ എന്താണോ അത് ഭംഗിയായിട്ട് നിറവേറ്റിപ്പോയിരുന്നു. മേരി പുന്നൻ ലൂക്കോസിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഡോക്ടർ സോമർവെൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു മൗണ്ടനിയർ കൂടെയായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഡിഫറെൻ്റാണ്. ട്രാവൻകൂറിൽ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകളെ പറ്റി പറയുമ്പം അവർക്ക് കുറച്ചും കൂടെ സെൻസ് ഉണ്ട്. എന്നിരുന്നാലും അവർക്ക് ഹോസ്പിറ്റലിലേക്ക് വരിക എന്ന് പറയുന്നത് അവർ ഒരു കാരണവശാലും സമ്മതിക്കാത്തൊരു കാര്യമാണ്. അപ്പം ഇവരുടെ മൈൻഡിലെന്ന് പറഞ്ഞാൽ ഒരു സർജറി എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ, ഇപ്പം ദേഹത്തൊരു ഹോളിട്ടിട്ട് വയറ്റിലൊരു ഹോളിട്ടിട്ട് ആ ഹോള് വഴി ഡെവിളിനെ പുറത്തെടുക്കുകയാണ്. ഈ ഡെവിളാണ് ഇരുന്ന് രോഗം കൊടുക്കുന്നത്. ആ ഡെവിളിനെ പുറത്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സർജറി എന്നാണ് അവർ മനസ്സിൽ വെച്ചിരുന്നത്. അപ്പം ഈ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് അവർക്ക് ഓപ്പൺ ഗാലറിയിൽ ഇരുന്നിട്ട് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ദാറ്റ് എവ്രിബഡി ക്യാൻ സീ ദാറ്റ് എന്താണ് അവിടെ നടക്കുന്നത്. അപ്പം അവരിങ്ങനെ സർജറി ചെയ്തിട്ട് ഡിസീസ് വരുന്ന ഭാഗം ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് ഇതാണ് നിങ്ങൾക്ക് ഡിസീസ് കോസ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ഫാമിലി മെമ്പറിന് ഇതാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പം ഒരിടത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ വന്നിട്ട് സോമർവെല്ലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്തോ അസുഖമാണ്, ഒന്ന് ചികിത്സിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പം അവരുടെ ഒരു ഇന്ത്യൻ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ചികിത്സിക്കാനായിട്ട് വിളിക്കുമെങ്കിലും പക്ഷേ നമ്മൾ ആ റൂമിലോട്ട് നമ്മളെ കയറ്റത്തില്ല. കയ്യിലൊരു സ്ട്രിങ് വെച്ചിട്ട് മറ്റേ സ്ട്രിങ്ങിൻ്റെ അറ്റം എൻ്റെ കയ്യിൽ തന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പൾസ് അങ്ങനെ ചെക്ക് ചെയ്താൽ മതിയെന്ന്. അപ്പം മെഡിക്കൽ ഒബ്സർവേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. വേറെ ഏതോ റൂമിൽ നിന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാര്യം. ചികിത്സയെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത ക്വിക്ക് ഹീലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ചില വൈദ്യന്മാരുണ്ട്. ഈ വൈദ്യന്മാർ കറക്റ്റായിട്ടുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ഇവർക്ക് വേണ്ടി കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ, കാരണം ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് വരുവാണല്ലോ, കൺസൾട്ടിങ്ങിന് വരുവാണല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു ട്രാജിക് ഇൻസിഡൻറ്റിനെ പറ്റി അവർ പറയുന്നുണ്ട്. ടൈഫോയിഡ് വന്ന ഒരു പെൺകുട്ടി, അവളുടെ അടുത്ത് വൈദ്യൻ പറഞ്ഞു അവളുടെ കണ്ണിലാണ് ഈ ടൈഫോയിഡിന് കാരണമാകുന്ന ഡെവിളുള്ളത്, അതുകൊണ്ട് കണ്ണിൽ കുറച്ച് ഗ്രീൻ ചില്ലി പേസ്റ്റ് വാരി തേച്ചിട്ട് എന്തായാലും എങ്ങനെയോ അവളുടെ ടൈഫോയിഡ് മാറി. പക്ഷേ അവളുടെ കണ്ണ് മൊത്തത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ആയിപ്പോയി. അപ്പം അവൾക്ക് ടൈഫോയിഡ് മാറിയെങ്കിൽ പിന്നെ അവൾക്ക് കാഴ്ച എന്ന് പറയുന്ന സാധനം തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ കുറച്ച് ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലൊരു സിസേറിയൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീയുടെ കുട്ടി മരിക്കുകയുണ്ടായി. ആ സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടെ മേരിക്കെതിരെയായി. അപ്പം ഡോക്ടർ സോംവെല്ലാണ് പറഞ്ഞത് സിസേറിയൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുന്നത് അമ്മയുടെ ജീവൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുമ്പോഴാണ്. അപ്പോൾ അമ്മ എങ്ങനെയെങ്കിലും സേവ് ചെയ്തെടുക്കുക എന്നുള്ള ആ ഒരു കാര്യം വരുമ്പോഴാണ് നമ്മൾ സിസേറിയൻ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം കുട്ടിയുടെ ജീവനം നമ്മൾ ഒരു പ്രോമിസും ചെയ്യുന്നില്ല, അത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മെഡിക്കൽ റീസൺസ് സൈറ്റ് ചെയ്ത് മേരിയെ രക്ഷിച്ചത് ഡോക്ടർ സോംവെല്ലായിരുന്നു. തിരുവിതാംകൂറിന് രാജഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രിൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് 2 പ്രിൻസസിനെ ദത്തെടുത്തിരുന്നു, സേതുലക്ഷ്മി ഭായും സേതു പാർവതി ഭായും. സേതുലക്ഷ്മി ഭായിയെ 10 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം കഴിപ്പിച്ചു വിട്ടു. ആ ഒരു സമയം തന്നെ സേതു പാർവതി ഭായിയെയും കല്യാണം കഴിപ്പിച്ചു. ഇന്നത്തുള്ള സീനിയർ റാണി എന്ന് പറയുന്നത് സേതുലക്ഷ്മി ഭായും, ജൂനിയർ ഇളയ തമ്പുരാട്ടി എന്ന് പറയുന്നത് സേതു പാർവതി ഭായുമാണ്. ഇവർ തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ആരാണ് ഒരു അടുത്ത അവകാശിയെ രാജകൊട്ടാരത്തിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പം സേതുലക്ഷ്മി ഭായി പ്രഗ്നൻ്റ് ആയെങ്കിലും ഇവർക്ക് മിക്കതും സ്റ്റിൽ ബർത്തും ആയിരുന്നു, അബോർഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് അവർക്കൊരു അമ്മയാകാനായിട്ട് സാധിച്ചില്ല. പക്ഷേ സേതു പാർവതി ഭായിക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും അവൻ വളർന്നു വരികയും ചെയ്തു. അപ്പം നാട്ടുകാരും കൊട്ടാരത്തിലുള്ള ആൾക്കാരും എല്ലാം അവളെ കഴ്സ് ചെയ്തു, സേതു ലക്ഷ്മി ഭായിയെ, കാരണം ഒരു അമ്മയാവാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവരെ കഴ്സ് ചെയ്തായിരുന്നു. അപ്പം മേരി പുന്നൻ ലൂക്കോസ് ആയിരുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 17 വർഷത്തോളം വിവാഹ ജീവിതത്തിലെത്തിയിട്ട്
പിന്നീട് അവൾ വീണ്ടും സേതു ലക്ഷ്മി ഭായ് വീണ്ടും ഗർഭിണിയാവുകയാണ്. 1 മാസം മുൻപേ കുഞ്ഞിന് ജന്മം കൊടുത്തെങ്കിൽ പോലും കുഞ്ഞിന് ആ ഒരു എൻവയോൺമെൻറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ലെയേഴ്സ് ഓഫ് കോട്ടണിൽ പൊതിഞ്ഞ് വേണം കുട്ടിയെ സൂക്ഷിക്കാൻ, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊട്ടാരത്തിലുള്ള ഒരുപാട് പേർക്ക് മേരി പുന്നൻ ലൂക്കോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഒരുവിധം ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചായിരുന്നു. ആ സമയത്താണ് ആ രാജ്യത്തിൻ്റെ അവകാശി മരിക്കുന്നത്. അതായത് രാജാവ്, ആ സമയത്ത് റൂൾ ചെയ്തുകൊണ്ടിരുന്ന രാജാവ് മരിക്കുന്നത്. അപ്പം ആദ്യമായി ജനിച്ച ആൺകുട്ടിക്ക് കറക്റ്റായിട്ടുള്ള പ്രായം എത്താത്തത് കൊണ്ട് തന്നെ അവന് രാജഭരണം ഏൽക്കാൻ പറ്റത്തില്ല. അതുവരെ രാജഭരണം ഏൽക്കാൻ വേണ്ടിയിട്ട് സീനിയർ റാണിക്ക് നിർദ്ദേശം കിട്ടി, സേതു ലക്ഷ്മി ഭായിക്ക് നിർദ്ദേശം കിട്ടി. അങ്ങനെ പിന്നീട് കുറേ നാളത്തേക്ക് റാണി സേതു ലക്ഷ്മി ഭായിയാണ് തിരുവിതാംകൂർ ഭരിച്ചത്. റാണി സേതു ലക്ഷ്മി ഭായിയുടെ ഭരണത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചു. അവർക്ക് ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനും അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് സഹായങ്ങൾ ലഭിച്ചു. ആ സമയത്താണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് റാണി സേതു ലക്ഷ്മി ഭായ് മേരി പുന്നൻ ലൂക്കോസിനെ നിയമിച്ചതും. കമ്പൽസറി വാക്സിനേഷന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ച വ്യക്തിയായിരുന്നു മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരും വിശ്വസിച്ചിരുന്നില്ല അവരെ, കാരണം പറയുന്ന ഒരു സ്ത്രീയല്ലേ ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു ബാർബേറിയനായിട്ടുള്ളൊരു ആക്റ്റാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് എന്നൊക്കെയായിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് വെച്ചിട്ട് സ്മോൾ പോക്സ് എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ വരുന്നത്, പോപ്പുലേഷൻ കൂടിയ ഇടങ്ങളിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ കാണിച്ചിട്ടാണ് അവരവസാനം എങ്ങനെയെങ്കിലും ഒരു അവയർനെസ് പരത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു അവരെ എഡ്യൂക്കേറ്റ് ചെയ്താണ് വാക്സിനേഷനിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. മേരി എതിർത്ത മറ്റൊരു കാര്യമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ട് കേരള ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചു ഹോമിയോപ്പതി തന്നെ തുടർന്ന് പോട്ടെ, ഹോമിയോപ്പതി വേണം, അലോപ്പതിയുടെ കൂടെ തന്നെ ഹോമിയോപ്പതിയും വേണം, കുട്ടികളെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് മാർഗം ഹോമിയോപ്പതി തന്നെയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് EMS നമ്പൂതിരിപ്പാടും എല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായി മാറി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മേരി, അതായത് ഒരു സ്ത്രീ ഈ ഫീൽഡിലേക്ക് നിൽക്കുമ്പം ബാക്കി പുരുഷന്മാർക്ക് തോന്നുന്ന ആ ഒരു പ്രശ്നം തന്നെ ഒരുപാട് പേർക്ക് അവിടെ തോന്നിയിരുന്നു. അപ്പം മേരി കുറച്ചും കൂടെ ഇംഗ്ലീഷ് കൾച്ചർ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വേണ്ടുന്നത് ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ഒരു സ്ത്രീയെയാണ്, അല്ലാതെ യൂറോപ്യൻ കൾച്ചറിലുള്ള ആൾക്കാരെ അല്ല വേണ്ടുന്നത്. ഇന്ത്യൻ ആൾക്കാരുടെ മനസ്സറിയുന്ന ഒരു ആളിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിബേറ്റ്സ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മേരി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ യൂറോപ്പിൽ പോയിട്ടുണ്ടാകും, അവരുടെ കൾച്ചറുമായിട്ട് എനിക്ക് നല്ല അറിവ്, അവരുടെ കൾച്ചറിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഐഡിയയും അവരോടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എനിക്ക്. പക്ഷേ ഞാൻ ജനനം തൊട്ട് ഞാനൊരു ഇന്ത്യനാണ്, ഞാൻ കേരളത്തിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ കൾച്ചർ നല്ല മനോഹരമായിട്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ പറയാൻ വരണ്ട എന്നുള്ള രീതിയിൽ മേരി തിരിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. മേരി പുന്നൻ ലൂക്കോസിൻ്റെ ലൈഫിലുണ്ടായിരുന്ന ട്രാജഡി എന്ന് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട 2 മക്കളും തനിക്ക് മുൻപേ മരിച്ചു എന്നുള്ളതാണ്. മേരി പുന്നൻ ലൂക്കോസിൻ്റെ മകൾ മരിച്ചത് ഒരു ഇലക്ട്രിക് ആക്സിഡൻറ്റിലാണ്, മകൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അപ്പം ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കൂടെ ഒരുപാട് നാൾ താമസിച്ചു, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ തൻ്റെ 90ാമത്തെ വയസ്സിലാണ് മേരി പുന്നൻ ലൂക്കോസ് മരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, അതുപോലെ തന്നെ മേരി പുന്നൻ ലൂക്കോസ് കേരളത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും എത്തപ്പെടാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നു, അവൾക്ക് എഡ്യൂക്കേഷൻ പോലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥലത്ത് നിന്നും മെഡിക്കൽ ഫീൽഡിൽ ഒരു സർജൻ ജനറലായിട്ട് മാറി രാജകൊട്ടാരത്തിലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്ത്, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും ട്രീറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയായിരുന്നു മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. കൊറോണ വന്ന സമയത്ത് വാക്സിനേഷനെതിരായിട്ട് ഒരുപാട് ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ ആ ആൻറ്റി വാക്സിനേഷൻ ക്യാമ്പയിനെതിരായിട്ട് സംസാരിച്ച തോമസ് ഐസക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ മേരി പുന്നൻ ലൂക്കോസ് എതിർത്തതും ഇതേ കാര്യത്തിനെയായിരുന്നു. എന്നുവെച്ചാൽ വാക്സിനേഷനെ അല്ല, ഇതേപോലെ ആൻറ്റി വാക്സിനേഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കെതിരെയായിരുന്നു അവർ നിന്നിരുന്നത്. അപ്പം ആ കാര്യം ഇപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർ ഇട്ട ഫൗണ്ടേഷനിലൂടെയാണ് ഇപ്പോഴും ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മേരി പുന്നൻ ലൂക്കോസിൻ്റെ വർത്ത് എന്ന് പറയുന്നത്.